ഞാൻ കാര്യം ചോദിച്ചോട്ടെ, 3000 രൂപയുടെ ജോലിക്ക് വരെ 10,000 ടെസ്റ്റ് നടത്തുന്ന ഇന്നത്തെ കാലത്ത് എനിക്കൊരു ലൈഫ് പാർട്ട്ണറെ തെരഞ്ഞെടുക്കുമ്പോ ഞാൻ മിനിമം ഒരു 100 ടെസ്റ്റുകൾ നടത്തണ്ടേ? നടത്തണം. അതുകൊണ്ടേ ഡിങ്കോ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ഒരാളെ ഞാൻ ഇവിടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് നടത്താൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ആള് ടെസ്റ്റ് പാസ് ആവുകയാണെങ്കിലേ ഞാൻ ആളെ ഇന്ന് പ്രപ്പോസ് ചെയ്യും. ഓ ഐ ആം സോ എക്സൈറ്റഡ്. അയ്യോ പറഞ്ഞു തരുന്നില്ല, അതിനിടയ്ക്ക് ഇങ്ങ് എത്തി. ഓ മൈ ഗോഡ്. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം കറുകനാമ്പിലും മധുകണം കവിത എന്നിലും നിറസുഖം. അതെ കാട്ടുചെമ്പകം പൂത്തോട്ടെ കാട്ടുതത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള കന്നി പെണ്ണാണേ. ഇങ്ങനെ നോക്കല്ലേ. അതെന്താ? കണ്ണുകൾ തമ്മിൽ ഉടക്കും. അതിന് അങ്ങനെ പോലും നമ്മൾ തമ്മിൽ ഉടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കറണ്ട് ഞാൻ കട്ട് ചെയ്യും. എന്തിനാ? നീയുള്ളപ്പം എനിക്കെന്തിനാണ് കറണ്ടിന്റെ വെട്ടം? ആണോ? ഹായ്. അത് വന്നപ്പോ തന്നെ ജെന്റിൽമാൻ ടെസ്റ്റ് പാസ്സായി. എന്താ? പെർഫ്യൂം 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 ടെസ്റ്റ് ഒക്കെ പിന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്യാം. എത്ര മണിക്ക് ഞാൻ വരാൻ പറഞ്ഞേ? 10 o'clock. ഇപ്പൊ സമയം? സോറി, 10:30 o'clock. അപ്പൊ പഞ്ചായത്ത് ഇല്ലല്ലേ? അത് ഞാൻ ജനിച്ചപ്പോഴേ ഇല്ല. ജനിച്ചപ്പോഴേ ഇല്ലെന്നോ? എന്റെ അമ്മ എന്നെ ലേറ്റ് ആയിട്ടാണ് പ്രസവിച്ചത്, അതുകൊണ്ട് എനിക്കതില്ല. അപ്പൊ ജനിച്ചപ്പോഴേ പഞ്ചായത്ത് ഇല്ല? ഇല്ല. അപ്പൊ പഞ്ചായത്ത് ഇല്ലാത്ത ടെസ്റ്റ് പാസ്സായി. കാലത്തിന് പറ്റിയ ക്യൂട്ട്നെസ്. ഇത് ക്യൂട്ട്നെസ് ഓവർലോഡ്. അതല്ല ആരത് എന്നെ വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പേര് വിളിക്കട്ടെ. എന്താ? അപ്പൊ നെയിം ടെസ്റ്റ് പാസ്സാവാൻ പോവാ? എന്റെ ദൈവമേ, ഞാൻ തൊടുന്ന ടെസ്റ്റ് എല്ലാം പാസ്സാവുകയാണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ അകത്തൊരു PhD എടുക്കും. എന്താ പേര്? അല്ല, എന്നെ വിളിക്കാനുള്ള പേര് ക്യൂട്ടിന്ന് വിളിച്ചോട്ടെ. ക്യൂട്ടി. അങ്ങനെ വിളിച്ചോ, അതിവിടെ പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹം കൂടുമ്പോൾ ക്യൂട്ടീന്ന് വിളിക്കും. ഞാൻ സ്നേഹം കൂടുമ്പോ പൂക്കി മോനേന്ന് വിളിക്കും. സ്നേഹം കുറഞ്ഞാല് അത് മാറ്റി വിളിക്കും. ക്യൂട്ടി പൂക്കി. ക്യൂ ഇല്ലാതെ ഇതവരത് വന്നപ്പോ തൊട്ട് നമ്മളെ ഇങ്ങനെ നോക്കിക്കുന്നുണ്ടല്ലോ. അതേതാ അത്? ടെസ്റ്റും പാസ്സായി. കേട്ടില്ല. പാസ്സായി. കൊല്ലണോ? കൊല്ലാനല്ല, അതെന്റെ ഫോളോവറാ. ആണോ? ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നതിന്റെ അവസാനം ഞാൻ പറയും ഫോളോ ചെയ്ത് കൂടെ കൂടിയാ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ എന്റെ കൂടെ കൂടിയ ആളാത്. ആണോ? അപ്പൊ ഡൈ ഹാർഡ് ഫാൻസ് അല്ല, ഡൈവേർഡ് ഫാൻ. മനസ്സിലായില്ല. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ കൂടെ ഉണ്ട്. ആണോ? നീ ഇങ്ങോട്ട് തിരി. പ്രൊട്ടക്ഷൻ ടെസ്റ്റും പാസ്. അതും പാസ്സായ? അതെ, ഇത്രയൊക്കെ ടെസ്റ്റ് ഞാൻ പാസ്സായില്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് ഒരുമിച്ച് ചക്കരക്കുടത്തിൽ നീ കൈയിടേണ്ട ബണ്ണി, ചക്കരക്കുടത്തിൽ നീ കൈയിടേണ്ട ബണ്ണി. റൂം എടുക്കുന്ന കാര്യമല്ല പറഞ്ഞേ. റൂമല്ലേ? അല്ല, നമ്മള് രണ്ടും കല്യാണം കഴിച്ച് വീട്ടിലോട്ട് പോയാലോന്ന്. കല്യാണോ? അതൊന്നും പറ്റില്ല. എന്താ? ആദ്യം ഡേറ്റിംഗ്, അത് കഴിഞ്ഞ് പ്രപ്പോസൽ, പിന്നെ കൊറേ പ്രണയിക്കണം, അത് കഴിഞ്ഞ് മതി കല്യാണം. അപ്പോഴത്തേക്ക് നമുക്കൊരു വരുമാനമൊക്കെ ആവും. നമുക്ക് ജോലി കിട്ടോ? ഇല്ല, പെൻഷൻ കിട്ടും. അത്ര നാള് പ്രേമിച്ച് നടന്നാ പിന്നെ അതല്ലേ കിട്ടാൻ പോകുന്നത്. ഞാൻ പൂത്ത് പോത്തേ ഉള്ളൂ. എന്നാലേ ഞാൻ പൂക്കി വെച്ച് ഇൻസ്റ്റയിൽ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാലോ? കേട്ടില്ല. സബ്സ്ക്രിപ്ഷൻ. ചക്കരക്കുടത്തിൽ നീ കൈയിടേണ്ട ബണ്ണി. വേണ്ട, എന്നെ വെച്ചിട്ട് അത് ചെയ്യണ്ട. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഒരു കാര്യം ചോദിക്കണം, ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അപ്പൊ കുത്തിപ്പൊക്കൽ ടെസ്റ്റും പാസ്സാവാനുള്ള പരിപാടിയാണല്ലേ? അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. ഒരു എക്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾ പിരിഞ്ഞു. അവനെ പറ്റി ആലോചിക്കുമ്പോഴേ എനിക്കങ്ങ് സങ്കടം വരും. സങ്കടം വന്നാ എനിക്ക് ആരെങ്കിലും കെട്ടിപ്പിടിച്ചങ്ങ് കരയണം. കെട്ടിപ്പിടി, നീ കെട്ടിപ്പിടിച്ച് നീ കര. നിന്റെ സങ്കടം തീരുവോളം നീ കര. നീ ഒന്ന് കര. പൂക്കി കണ്ടേ പിന്നീട് എനിക്ക് സങ്കടമേ വരുന്നില്ല. ചെറിയൊരു സങ്കടം ഇല്ല. തിരിയെങ്കിലും ഇല്ലെന്നേ. സങ്കടത്തിന്റെ സായെങ്കിലും. ഓ ഇല്ല ഇല്ല ഇല്ല. എന്താ? എനിക്ക് നല്ല സങ്കടമുണ്ട്. സത്യമായിട്ട് ഞാൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല.
ഇതെവിടുന്നത്? അപ്പു കാലിനൊരു ടിസ്റ്റ്. കാലിന് വരെ ടിസ്റ്റ് ഉണ്ട്, നമ്മുടെ സ്കിറ്റിന് ഒരു ടിസ്റ്റും ഇല്ല. പൂക്കി തറ കുത്താൻ പറ്റുന്നില്ല. കുത്താൻ പറ്റുന്നില്ലേ? അയ്യോ, ഇനി ഞാനിപ്പോ എന്ത്? അങ്ങനെയാണെങ്കിൽ എന്റെ കാല് ഞാൻ തരട്ടെ. എന്തിന്? നീ നിന്റെ വേദന മാറ്റാൻ. പൂക്കി കാല് തറയിലല്ലേ നിനക്ക് കുത്താൻ പറ്റാത്ത? ഒരു മിനിറ്റ്. ചവിട്ടിക്കോ. ചവിട്ടാനോ? ചവിട്ടട്ടെ. അവിടെ ചവിട്ടല്ലേ? പിന്നെ അവിടെ നീ ഇരിക്കുവല്ലേ? അങ്ങനെയാണെങ്കിൽ ചവിട്ടുന്നില്ല. എനിക്ക് തിരുമ്മി തന്നാ മതി. തിരുമ്മി തന്നാ മതി. വാ. പതുക്കെ പതുക്കെ നല്ലോണം തിരുമണേ. തിരുമ വിടിരി. തൊടാതെ എങ്ങനാ ബേബി? വേദനിക്കും. സാരമില്ല, ഒന്ന് തൊട്ടോട്ടെ. ഇതെന്നാ സൈക്കിളിന്റെ ബെല്ല? വേദനിച്ചിട്ടാ. വേദനിച്ചിട്ടാണോ? ഒന്ന് കണ്ണടച്ച് പിടിച്ചേ. വേദന മാറിയോ? പൂക്കി തൊട്ടപ്പോഴേ കാലിന്റെ വേദന മാറി. അതങ്ങനാണെന്നല്ലോ. പനിക്ക് പാരാസെറ്റാമോൾ പോലെ, ചുമയ്ക്ക് കപ്സിറപ്പ് പോലെ, എന്റെ ഈ ക്യൂട്ടിയുടെ വേദനയ്ക്ക് എന്റെ ഒരു തൊടൽ. പോ പൂക്കി. മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന കുട്ടിയല്ലേ? അതെ. അല്ലേ? ഒരുപാട് വീഡിയോ ഞാൻ കാണാറുണ്ട്. വീഡിയോ കഴിഞ്ഞിട്ട് കുട്ടി പറയത്തില്ലേ, ഫോളോ ചെയ്ത് കൂടെ കൂടിയാൽ വീണ്ടും കാണാമെന്ന്. അങ്ങനെ ഫോളോ ചെയ്ത് കൂടെ കൂടിയ ഫോളോവറാണ് ഞാൻ. സത്യം പറയാലോ, കുട്ടിയുടെ ആദ്യ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് ക്രഷ് അടിച്ച്. സ്വാഭാവികം. അതെ, ഇതൊന്ന് വായിക്കാമോ? ഐ ലവ് യു. കണ്ടപ്പോ തന്നെ എന്നെ ഇഷ്ടപ്പെട്ടോ? അങ്ങനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? ഐ ലവ് യു. വീണ്ടും എന്നെ ഇഷ്ടപ്പെട്ടത്. കൊള്ളത്തില്ല. അങ്ങനാണെങ്കിലേ കുട്ടിയോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞോ, ഇങ്ങോട്ടൊന്ന് വരാമോ? പൂക്കി ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ. ഫോളോവർ അല്ലേ? ഒരു മിനിറ്റ് അല്ലേ? നിങ്ങൾ സംസാരിക്കും, ഞാൻ അങ്ങോട്ട് മാറിക്കാം. നിങ്ങൾ സംസാരിക്കും. പൂക്കി സത്യം പറയാലോ, കണ്ടപ്പോ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പൂക്കി എന്റെ ഫോൺ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പോണോ? ആ? ഇല്ല. തന്നിട്ടില്ലേ? സോറി, മൈ മിസ്റ്റേക്ക്. എന്റെ കയ്യിലുണ്ട്. അതെ, പറയാൻ വന്ന കാര്യം എന്താണെന്ന് പറയാം. എന്താ? കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് പൂക്കി ഈ ഫോൺ പിടിച്ചു. ഓഫ് കോഴ്സ്. അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ക്യൂട്ടി. പൂക്കി ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. അയ്യോ, എന്താണ് ബ്രോ? ഒരു മിനിറ്റ് കഴിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ 2 മിനിറ്റ് സംസാരിച്ചോട്ടെ. സംസാരിച്ചോ, പക്ഷെ ഈ 1 മിനിറ്റ് പൊളിച്ച പോലെ പൊളിക്കരുത്. ആണല്ലോ? സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന്. എന്തിനാണ് ഈ മാറി ഇരുന്ന് സംസാരിക്കുന്നത്? അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കുക. എന്റെ പൂക്കിയുടെ ഒരു കെയറിങ്. അതെ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ. കേൾക്കുന്നില്ല, കുറച്ച് ഉറക്കെ പറയൂ. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഒരു കാര്യം ചെയ്തു, നമുക്ക് ആദ്യം സെൽഫി എടുത്താലോ? സെൽഫി എടുക്കാനോ? എന്തിനാ നിങ്ങൾ എടുക്കുന്നത്? ഞാൻ എടുത്ത് തരത്തില്ലേ ഫോട്ടോ? ഞാൻ എടുത്ത് തരും. പിന്നെന്താ? അതെ, കൈയൊന്നും വെച്ച് മുഖം ഒന്ന് മറിക്കാവോ? ഇങ്ങനെ എന്റെ ഇങ്ങനെ മറ്റേതോടെ വെക്കാവോ? നോക്കിക്കേ, ഫോട്ടോ കൊള്ളാം, പക്ഷെ എന്റെ മുഖമില്ലല്ല. ഇത് എസ്തറ്റിക് ഫോട്ടോയാണ്. അയ്യോ, അപ്പൊ ഞാനാണെന്ന് എങ്ങനെ പറയും? എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. Okay അല്ലേ? Okay ആണ്? സംസാരിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടത്. ആ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നറിയോ? ഏതാ? കുട്ടി തുണി മാറുന്ന വീഡിയോ. അല്ല, തുണി ഇങ്ങനെ മേളിട്ടിട്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോ തുണി മാറി വരത്തില്ല. മില്യൺ വൈറലായിരുന്നു. ആ വീഡിയോ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ആണോ? അതൊന്ന് കാണിക്കാൻ പറ്റും? അയ്യോ, അതൊരു പ്രത്യേക തരം ട്രിക്കാണ്. അത് ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ തുണി അമ്മയോടെ കെട്ടിക്കൊണ്ട് വരാം. ക്യൂട്ടി, എന്താ 2 മിനിറ്റ് ആയി. 2 മിനിറ്റോ? 2 മിനിറ്റ് ആവും, 4 മിനിറ്റ് ആവും. അതിനെന്താ? ഞാൻ എന്റെ ഫോളോവറോടല്ലേ സംസാരിക്കുന്നേ. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാൻ വരുമ്പോഴേ ഫുഡ് കഴിക്കാൻ പോയാലോ നമുക്ക്? ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കേല്ലേ? പൂക്കി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. 3 പേര് പോയി കഴിഞ്ഞാൽ 3 പോകുന്നതാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ 3 പേരോട് പോകുന്നു, കഴിക്കുന്നു, വരുന്നു. വാ പൂക്കി ഇതെങ്ങോട്ട് പോവാ? ഫുഡ് കഴിക്കണ്ടേ? ഞാനും എന്റെ ഫോളോവറുടെ ഫുഡ് കഴിക്കാൻ പോകുന്ന കാര്യാ പറഞ്ഞത്. പൂക്കി വരണ്ട. ഒരു മിനിറ്റ്, നമ്മളൊന്നിച്ചല്ലേ പോണ്ടേ? എന്താ പൂക്കി? ഞാൻ എന്റെ ഫോളോവറോട് പോകുന്ന കണ്ടില്ലേ? പറഞ്ഞ മനസ്സിലാവൂലേ? ബ്രോ, ഞങ്ങളെ പോയിട്ട് വരട്ടെ.
ആ കൈതച്ചക്കയുടെ ഫിഗർ ഉള്ള വന്ന് ഈ ചോറ് തിന്നുന്നതിന് മുമ്പ് സൂപ്പ് കഴിക്കുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? സൂപ്പ് കുടിക്കും. കുടിക്കൂ. സൂപ്പർ പരിപാടിയാണ്. നിന്നെ കണ്ടറിയാൻ നീ കുടിക്കുന്നു. ഞാൻ മേടിച്ചു അതെ, ഞങ്ങളൊന്ന് സൂപ്പ് കുടിച്ചിട്ടോ. അപ്പൊ ഫുഡ് കഴിക്കാൻ കുടിക്കാം. മതി. ഇവിടെ സൂപ്പ് കിട്ടുക. നീ അവിടെ എല്ലാ വീഡിയോയും കാണാറുണ്ടോ? എപ്പോഴും കാണും. തകർത്ത് നീ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? നീക്ക് അവള് തുണി മാറുന്നതിന്റെ ടിപ്പ് വേണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ കാണിച്ചു തരാം. കണ്ടു ഞാൻ ആലോലമാം ഹൃദയം. ചേട്ടാ എന്തോ ചേട്ടാ എന്തോ പുള്ളി കണ്ടന്റ് കാണിക്കാൻ വിളിച്ചോണ്ട് പോയി. പൂക്കിയോ? അല്ലേലീ പൂക്കി അങ്ങനെ ആര് കണ്ടന്റ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാലും കാണിച്ചു കൊടുക്കാം. പക്ഷേ അത് പൂക്കിയല്ല, ക്യൂട്ടിയാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി. പൂക്കി കണ്ടന്റ് ടെസ്റ്റ് പാസ്സായി. അതിന് നീ എന്റെ കണ്ടന്റ് കണ്ടില്ലല്ലേ? ആ കണ്ടന്റ് ഞാൻ ആ ചേട്ടന്റെ കണ്ണീന്ന് കണ്ടു. നീ എങ്ങോട്ട് പോന്നാ പറഞ്ഞേ? ഫുഡ് കഴിക്കാൻ. നീ പോന്നില്ല. നീ പോന്നില്ല. അല്ല എന്റെ ഫോളോവറിന്റെ കൂടെ. അവനും വേണ്ട. നീ ഫുഡ് കഴിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നില്ല. നീ എന്റെ കൂടെ ഈ മാളി വന്നിട്ടുണ്ടെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കും. എന്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. നീ പോകുന്നില്ല. എന്റെ പൂക്കി എന്താ ഇങ്ങനെ? അങ്ങനാണ്. പൂക്കി ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ സ്വഭാവം മാറുന്നു. മാറിയില്ലേ. ഓഹോ, ഇത്രയും ടെസ്റ്റിൽ പൂക്കി ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായി. പക്ഷേ ഇതിൽ പൂക്കി ഫെയിലായി. ഞാനേ പൂക്കിയെ പരീക്ഷിക്കാൻ വേണ്ടി അവസാനമായിട്ട് നടത്തിയ പോസസീവ്നെസ് ടെസ്റ്റ് ആയിരുന്നു ഇത്. എന്റെ പൊന്നു ബ്രോ, ഇത് ഞങ്ങൾ തമ്മിൽ ഒരു പ്രാങ്ക് ആയിരുന്നു. പ്രാങ്ക്. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. ഒന്ന് നിന്നേ. ആയിരുന്നു. ഇതൊരു ടെസ്റ്റ് ആയിരുന്നു. കാന്താരി ടെസ്റ്റ്. നീ ഒരു കാന്താരിയായിട്ട് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ എന്റെ കൂടെ ഒരിക്കലും കാന്താരി ആവണ്ട. നിന്റെ ഐഡന്റിറ്റിയും വ്യക്തിത്വവും നീ വെളിയിൽ കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? ഞാൻ അതിനുവേണ്ടി നടത്തിയ ഈ ടെസ്റ്റ് തെറ്റാണോ? സോറി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല പൂക്കി. ഐ ലവ് യു പൂക്കി. ഐ ലവ് യു ടു. അപ്പൊ ഇൻസ്റ്റയിലെ ടെസ്റ്റുകളെല്ലാം ഇതിൽ പാസ്സായി. ഇനി രണ്ടുപേരും ജീവിതത്തിൽ എന്താകുമോ എന്തോ. ഞാനേ ചേച്ചി എല്ലാരും ഞാൻ സത്യത്തിൽ ടെൻഷനായിരിക്കും. കാര്യം ഞാനേ കെട്ടാനുള്ളിൽ കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ഇങ്ങനത്തെ എന്തെങ്കിലും ടെസ്റ്റാണ് ഞാൻ പാസ്സാവും. ഈ ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ല, അവന്റെ മനസ്സിൽ ഇപ്പോഴും ചായ കുടിച്ചിട്ടേ കുട്ടിക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കും. അതിന്റെ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കാലം കഴിഞ്ഞതാ. ഇപ്പൊ ഇൻസ്റ്റാ ടെസ്റ്റ് 20 ടെസ്റ്റ് ഒക്കെ ഇടും. ഇങ്ങനെ കല്യാണം എങ്ങനെയാണെന്ന് അറിയാമോ ചേച്ചി? അതായത് ഇവര് തമ്മില് മെസ്സേജ് അയച്ച് ചെറിയ പ്രേമമായി. സാധാരണ പ്രേമിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് സംസാരിക്കാൻ അതൊക്കെ അല്ലേ. ഈ പുള്ളി ചോദിച്ചെന്നറിയാം, ജാതകം തരേ. അതായത് ജാതകം ചേർന്നാൽ മാത്രം തുടർന്ന് പ്രേമിക്കാന്ന് അങ്ങനെ പറഞ്ഞ ആളാണ് ഇയാള്. അത് അന്നത്തെ ഒരു അല്ല അത് ഞാൻ പറയാൻ കാര്യം അറിയുമോ, അത്രയും പഴക്കമുണ്ട് അയാൾക്ക്. അങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നോ? അത് സത്യമാണ് കേട്ടോ. അല്ല, അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ഒരുപാട് ലൈനൊന്നും അടിച്ചിട്ടില്ല. അപ്പം ആദ്യമായിട്ടൊരു സാധനം വന്നപ്പം നമ്മളിങ്ങനെ ചോദിച്ചു. കാരണം ഈ എനിക്കങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കളയുന്നൊരു താല്പര്യമില്ല. പിന്നെ അത് നമുക്കൊരു വിഷമാവൂലേ. പിന്നെ അപ്പം ജാതകം ചേരാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാനും പഴയതായിരിക്കണം. ഞാനും ഈ സെയിം സാധനം തന്നെയാ യൂസ് ചെയ്തത്. ഞാനും. ആണോ ചേച്ചി? അപ്പൊ നമ്മൾ 3 പേരും തുല്യ ദുഃഖിതരാണ് ഇപ്പൊ. പക്ഷേ അല്ല, എനിക്കറിയാം എന്റെ വീട്ടില് ജാതകം നോക്കാതെ കല്യാണം നടക്കൂല. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്തെങ്കിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോണെങ്കിൽ ഇത് മസ്റ്റാണ്. ആദ്യം അച്ഛനമ്മേനെ പോയി കാണുക. ജാതകം അവർ എന്തായാലും ചോദിക്കും. അല്ലാതെ നമുക്ക് പിന്നെ അടുത്ത പ്ലാൻ ചെയ്യാം. ഞാൻ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. ഞാൻ 8 കൊല്ലം പ്രേമിച്ചു. 8 കൊല്ലം പ്രേമിച്ചിട്ടാണ് പിന്നെ ഇത് സീരിയസ് ആയി പോയി. എന്ത് ചെയ്യുന്ന അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പുള്ളിയുടെ ജാതകം വാങ്ങിച്ചിട്ട് വേറെ പണിക്കരെ കൊണ്ട് തിരുത്തി എഴുതി മാച്ച് ചെയ്യിപ്പിച്ച് കല്യാണം നടത്തി. ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ ഈ പരിപാടി ബുക്ക് ചെയ്യണ അഡ്വാൻസ് പരിപാടിയായിരിക്കും. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിനോടൊപ്പം സഞ്ചരിക്കുന്ന അഡ്വാൻസുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ജാതകം ഇല്ല, ജാതി ഇല്ല, ഒന്നുമില്ല. മനുഷ്യന്മാരെ തമ്മിൽ അങ്ങ് സ്നേഹിച്ചു, കെട്ടി, വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. ഇപ്പോഴാണ് ഓരോ ടെസ്റ്റുകളും എടുത്ത് ഇങ്ങനെയായിരുന്നു ഈ ടെസ്റ്റ് എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. റെഡ് ഫ്ലാഗ് ഗ്രീൻ ഫ്ലാഗ് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും ഗുഡ് നൈറ്റും പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗും പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സ്കിറ്റിൽ ഷൈൻ തൂക്കി. അതേപോലെ നമ്മളുടെ ഈ നേഴ്സ് കുട്ടി ഐശ്വര്യ എന്തൊരു എനർജി ആയിരുന്നു.
ഐശ്വര്യ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ആദ്യമായി കാണുന്നു, അയ്യോ എന്തൊരു പൈങ്കിളി. പറഞ്ഞു എനിക്ക് റൊമാൻസ് അറിഞ്ഞൂടെന്ന്, അതുകൊണ്ട് വച്ചു പിടിച്ചതാ. ഇതില് എനിക്ക് തോന്നുന്നു ശരത് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടേ, ബിക്കോസ് ബാക്കി രണ്ടുപേരും സൂപ്പർ എനർജി നന്നായിട്ട്. ഇതെല്ലാം കിട്ടില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നല്ലായിരുന്നു. നമുക്ക് എന്നാ ബാറ്ററി നോക്കാം. യെസ്, ഓക്കെ. യാ കോമഡി മാസ്റ്റേഴ്സിന്റെ ടെസ്റ്റും പാസ്. അപ്പൊ 31,000 rupees ആണ് കിട്ടിയിരിക്കുന്നത്. ചേച്ചി, യെസ്, ബാങ്ക് ഓഫ് ബോംബെ. എന്താ